കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. ദേവാലയങ്ങളിലെ ഉയർപ്പ് ശുശ്രൂഷകളിൽ ഭാഗമായി വിശ്വാസികൾ. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയത് BJP എന്ന ആരോപണം. സൂപ്പർമാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. അവസാനവട്ട പ്രചാരണ തിരക്കിൽ മുന്നണികൾ. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. വാഹനം നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി. വാർത്തയിലേക്ക് വിശദമായി. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. 50 ദിവസത്തെ വലിയ നോമ്പിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ദിനത്തെ വരവേറ്റത്. നോമ്പുകാലത്തെ പ്രാർത്ഥനകൾക്കും പരിത്യാഗങ്ങൾക്കും ഒടുവിലെത്തുന്ന ഈസ്റ്റർ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായാണ് കണക്കപ്പെടുന്നത്. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയർപ്പ് തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ എന്നിവർ സഹകാർമ്മികരായി. ബിഷപ്പ് ഉയർപ്പ് തിരുനാൾ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് നടത്തു കൈകാരൻ സെബി പാനിക്കുളങ്ങര, കൈകാരന്മാരായ ജോർജ് കവലക്കാട്ട്, റോഷൻ പുതുക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയതായാണ് ആരോപണം. BJPയുടെ നേതൃത്വത്തിലാണ് കിറ്റ് തയ്യാറാക്കിയതെന്ന് LDF UDF പ്രതിനിധികൾ ആരോപിച്ചു. സൂപ്പർമാർക്കറ്റിന് മുന്നിൽ UDF BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. സംഭവം അറിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. വോട്ടിനു വേണ്ടിയാണ് കിറ്റുകൾ ഒരുക്കിയതെന്നും വോട്ട് കച്ചവടമാണ് നടക്കുന്നതെന്നും UDF LDF പ്രതിനിധികൾ ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചെറുതിരുന്നു. അഭിജിത്ത്, രാവിലെ മുതൽ പരിസരത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഒളരിയിൽ ഇതുപോലെ ഒരു സമാനമായ കിറ്റ് വിവാദം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാടാനപ്പള്ളിയിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട BJPക്കെതിരെ ഗുരുതര ആരോപണവുമായി LDFും അതുപോലെ തന്നെ UDFും രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ വാടാനപ്പള്ളി ചാമ്പ്യൻ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ഗോഡൌണിലാണ് ഇത്തരത്തിലുള്ള കിറ്റുകൾ, അതായത് മറ്റേ വോട്ടർമാർക്ക് കിറ്റുകൾ വിതരണം ചെയ്യാനായി BJPയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി. ഇതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ദേവനും ഒപ്പം തന്നെ യുവമോർച്ച നേതാവ് ബഗീഷ് പൂരാടനും അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ഉണ്ടായി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഈ വീടിന് ഗോഡൌണിന് ചേർന്നുള്ള വീട്ടിൽ തന്നെ ഇവരെ രണ്ടുപേരെയും കണ്ടെത്തിയതും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തി. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ നടത്തിയ CCTV അടക്കമുള്ള പരിശോധനയിൽ 12 മണിയോടുകൂടി ദേവനും അതുപോലെ ഈ പൂരാടനും അടക്കമുള്ള അവർ ഈ വീടിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളുണ്ട്. മറ്റ് അസ്വാഭാവികമായ വിഷ്വൽസ് ഒന്നും തന്നെ അതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ അനീഷ് കുമാറിന്റെ വിജയത്തിനായി ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളുമായി BJP നേതാക്കളും പ്രവർത്തകരും എത്തിയതാണെന്നാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വാദമാണ് BJPയുടെ ഭാഗത്തു നിന്നും വന്നത്. അതേസമയം UDFും അതുപോലെ LDFും ഈ സമാന രീതിയിലുള്ള കിറ്റാരോപണവുമായി ഇപ്പോഴും രംഗത്തുണ്ട്. ഇവിടെ വലിയ രീതിയിൽ ഇരു വിഭാഗങ്ങളുടെയും പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ആയതുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ ഇരു കൂട്ടരും, അതായത് UDFന്റെയും അതുപോലെ NDAയുടെയും പ്രവർത്തകർ ഇപ്പോഴും ഈ ഗോഡൌണിന് മുൻപിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ഈ ഗോഡൌണിന്റെ ഉടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റുകളും
പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ഈ ഉടമസ്ഥനിൽ നിന്നും വിവരശേഖരണം അടക്കം നടത്തി അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ ഇത് ഇടവരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് ഒരു അവധി ദിവസമായതുകൊണ്ട്, പൊതു അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികളിലേക്ക് നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ കടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്തൊരു നേരിയ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. പ്രവർത്തകര് വീണ്ടും വലിയ രീതിയിലുള്ള ഒരു കേന്ദ്രത്തിലേക്കും, അതായത് കേന്ദ്രസേന അടക്കം സ്ഥലത്ത് അവരുമായി അടക്കം അവരെ പ്രവർത്തകരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സംബന്ധിക്കുന്നതോടുകൂടിയാണ് ഇപ്പോൾ പോലീസ് സേനയും അതുപോലെ തന്നെ കേന്ദ്രസേനയും അടക്കമുള്ളവരുമായി നേതാക്കളും പ്രവർത്തകരും നിരന്തരം വാക്കേറ്റത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ UDF മണലൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായ TM പ്രതാപൻ അടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു. അല്പം മുമ്പ് നമ്മളോടൊക്കെ അവർ പ്രതികരിച്ചിരുന്നു. അതായത് പ്രതാപൻ പറയുന്നത് ഇത്തരത്തിൽ ഇന്ന് മുതൽ തന്നെ UDFന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ യൂണിറ്റ് തലത്തിലും ജാഗ്രതാ സമിതി രൂപീകരിച്ച് പാർട്ടിയുടെ നേതൃത്വത്തിലെത്തിക്കുമെന്നാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്താൻ, അതായത് ജനാധിപത്യത്തെ മറിക്കാൻ പുലർത്താൻ അതിലിപ്പോൾ UDF ജാഗ്രതാ സമിതികൾ നൽകുമെന്ന് ഇപ്പോൾ പ്രസാദൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്നാലും പ്രവർത്തകർ റോഡിന്റെ മുന്നിൽ, ഈ ഗോഡൌണിന് മുന്നിൽ റോഡിൽ കുത്തിയിരിക്കുകയാണ്. നേതാക്കളും ഒപ്പം NDAയുടെയും അതുപോലെ തന്നെ UDFന്റെയും നേതാക്കളടക്കം ഇടപെട്ടിട്ടാണ് പലപ്പോഴും പ്രവർത്തകരെ ശാന്തരാക്കുന്നത്. ഒപ്പം വലിയ രീതിയിലുള്ള സുരക്ഷയും ഈ ഗോഡൌണിന്റെ ഫ്രണ്ടിൽ പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നേരത്തെ C. രവീന്ദ്രനാഥ് അടക്കമുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും പ്രതികരിച്ചതിന് ശേഷം പിന്നീട് അവർ ഈ സ്ഥലത്ത് നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും UDFന്റെയും NDAയുടെയും പ്രവർത്തകരാണ് ഇപ്പോൾ ഗോഡൌണിന് മുന്നിൽ തമ്പടിച്ചിട്ടുള്ളത്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇപ്പോഴും ഈ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. എന്നാലും കിറ്റ് വിവാദം വീണ്ടും സജീവമായി തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒളരിയിൽ ഇത്തരത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് BJPയുടെ പ്രാദേശിക പ്രവർത്തകന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം BJPക്കെതിരെ LDFും UDFും ആരോപിച്ചെത്തുന്നത്. മുൻ മന്ത്രി കൂടിയായ V. സുനിൽകുമാർ അടക്കമുള്ളവർ രംഗത്തെത്തി അത് തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയും ഇതിന് സമാനമായ രീതിയിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇവിടെയും നിലവിൽ സൂപ്പർ മാർക്കറ്റ് ഉടമയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ്. ഒപ്പം തന്നെ കിറ്റുകളും ഇവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഇരു വിഭാഗം പ്രവർത്തകരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യങ്ങളും മറ്റും വിളിച്ച് ഇപ്പോഴും സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. സൂര്യ. ശരി അഭിജിത്ത്. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയത് BJP എന്ന ആരോപണം. സൂപ്പർ മാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് സുരക്ഷയൊരുക്കുന്നത്. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്. വാടാനപ്പള്ളിയിൽ ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെത്തിയ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തു. വിവാദമുണ്ടായ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന വീട്ടിൽ നടനും BJP നേതാവുമായ ദേവനും യുവമോർച്ച നേതാവ് ഭഗീഷ് പൂരാടനും ഉണ്ടായിരുന്നു. ഇവരെയും കസ്റ്റഡിയിലെടുക്കണമെന്ന് തടിച്ചുകൂടിയ UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംഘർഷം രൂക്ഷമായതോടെ പ്രദേശത്തേക്ക് കേന്ദ്രസേനയും എത്തിയിരുന്നു. തൃശൂരിലെ കിറ്റ് വിവാദത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. 900 രൂപ വിലയുള്ള 26 കിറ്റാണ് ഒളരിയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടിയത്. ജനാധിപത്യ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. കിറ്റുകൾ ഓർഡർ ചെയ്ത രാധാകൃഷ്ണനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തത്.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. ചൊവ്വാഴ്ച വൈകിട്ട് പരസ്യ പ്രചാരണം അവസാനിക്കും. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന്റെ തിരക്കിലാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 78 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 6 പേർ വനിതകളാണ്. നാട്ടികയിൽ ഒഴികെ 12 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളും ചേലക്കര, മണലൂർ, ഗുരുവായൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് തീപിടിച്ചു. രാവിലെ 10:45ഓടെയായിരുന്നു അപകടം. അടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കിടെ ബസ്സിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ഉടൻ തന്നെ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ കുറച്ചു സമയം ഗതാഗത തടസ്സമുണ്ടായി. ലൈംഗിക അതിക്രമ കേസിൽ വൈദികൻ അറസ്റ്റിൽ. കൊരട്ടി കൂനൂർ സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോസഫ് കുടിയനാണ് അറസ്റ്റിലായത്. ആൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 3 വർഷം മുൻപും ഇയാൾ പോക്സോ കേസിൽ പിടിക്കപ്പെട്ടിരുന്നു. അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. പാവറട്ടി ഗുരുവായൂർ റൂട്ടിൽ 3 സ്റ്റാർ സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിടിച്ചത്. റോഡ് ക്രോസ് ചെയ്യുന്ന ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴമ്പാലക്കോടിന്റെ യാത്രാ ദുരിതത്തിന് 3.5 പതിറ്റാണ്ട് പഴക്കം. പഴമ്പാലക്കോട് ആലത്തൂർ പ്രധാന പാതയിലാണ് യാത്രാ ദുരിതമേറുന്നത്. ദീർഘദൂര ബസ്സുകൾ വരെ സർവീസ് നടത്തുന്ന പ്രധാന പാത കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലായിട്ട് വർഷങ്ങളായി. എന്നാൽ തരൂർ മണ്ഡലത്തിലെ പരിധിയിലെ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ജില്ലയിൽ. മാളയിലും കുന്നംകുളത്തും നടത്തുന്ന പൊതുസമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിക്ക് മാള സെന്റ് ആന്റണി സ്കൂൾ ഗ്രൌണ്ടിലാണ് പൊതുസമ്മേളനം. തുടർന്ന് കുന്നംകുളത്തെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സമ്മേളന വേദിയിലും രാഹുൽ ഗാന്ധി എത്തും. ഈസ്റ്റർ ദിനത്തിൽ ബിഷപ്പ് ഹൌസിലെത്തി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി TN പ്രതാപനും ഭാര്യയും ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാജൻ, വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി വൈശാഖ് എന്നിവരും ബിഷപ്പ് ഹൌസിൽ എത്തിയിരുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജിജിയോ തറയിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ പാട്ടും പൊരുളും സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നിരൂപകൻ TP ശാസ്തമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ഗീത കൈപ്പറമ്പ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ, ബ്രദർ തോമസ് പാലാപ്പുളിക്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ ഉയർപ്പിന്റെ സന്ദേശം പങ്കുവച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഉയർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കരണമുണ്ടായിരുന്നു. കൈകാരന്മാരായ KA രാജു, MK ജോഷി, ജോയ് ആന്റണി, KA ബേബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സഹായിക്കണമേ. സകലത്തിന്റെയും ചാവക്കാട് ആവേശം വിതറി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നയിച്ച വാഗ്വേ. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ യൂത്ത് വൈബ് പരിപാടിയുടെ ഭാഗമായാണ് കോൺഗ്രസ് നേതാവ് അസ്ഹറുദ്ദീൻ പ്രചാരണത്തിന് എത്തിയത്.
Never thought in my wildest dream that I will be coming to Chavakkad here. But I think the politics has made me go around all over the country. But I want to tell you that. ഇടവേള. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെയെന്ന് തോന്നിയ ചില യാത്രകൾ. മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ, ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്, ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം. കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരില്ല. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. വാർത്തയിലേക്ക്. പാവറട്ടെ വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഉയർപ്പു തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വലിയ നോയമ്പിന്റെ വിശുദ്ധമായ പരിസമാപ്തി കുറിച്ച് നടന്ന തിരുകർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായി. ഡീക്കൻ ജെയ്മോൻ അറയ്ക്കൽ ഈസ്റ്റർ സന്ദേശം നൽകി. LDF വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കി. വികസനം സന്തോഷം കണ്ടെത്തുമ്പോൾ എന്ന പേരിൽ പുറത്തിറക്കിയ മാനിഫെസ്റ്റോയുടെ പ്രകാശനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. LDF വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PN സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സത്യങ്ങളെയും നിരന്തരമായി വളച്ചു വികസനം സന്തോഷം കണ്ടെത്തുന്നു. LDF നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച താന്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ TR രമേഷ് കുമാർ, ബിബിൻ സി ബാബു, KP സന്ദീപ്, AS ദിനകരൻ എന്നിവർ സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ 54 കോടി എന്ന് പറഞ്ഞു, ഇപ്പം 5 കോടിയായിട്ട് അവ ചുരുങ്ങുന്നു. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച റാലി 3 പീടിക ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ MLAയും CPI നേതാവുമായ രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. TK രമേശ് ബാബു, മുഹമ്മദ് ചാമക്കാല, BK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ ചെയർമാൻ KK സുൽഫി അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, VU ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹയുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ CR ജോസഫ്, ജോയിന്റ് കൺവീനർ CA ജോസ്, ഗ്രേസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിലായാണ് തിരുനാൾ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മീയ ചൈതന്യം പകർന്ന തിരുകർമ്മങ്ങളോടെ ഏനമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ ഉയർപ്പു തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ ഉയർപ്പു തിരുനാൾ തിരുകർമ്മങ്ങൾക്കും ആഘോഷമായ ദിവ്യബലിക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ പ്രിൻസ് ആറ്റുകാക്കൽ വചന സന്ദേശം നൽകി. സബ് ഡീക്കൻ പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. വടക്കാഞ്ചേരിയിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബുവിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഫൊറോന പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഓട്ടുപാറ സെന്ററിൽ സമാപിച്ചു. NDA നേതാക്കളായ വിപിൻ കൂടിയേടത്ത്, KK രഞ്ജിത്ത്, ബിജീഷ് അടാട്ട, KR ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ദിന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായി. ക്ലെലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, കൈകാര്യന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, ലോറൻസ് നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പവന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. ദേവാലയങ്ങളിലെ ഉയർപ്പ് ശുശ്രൂഷകളിൽ ഭാഗമായി വിശ്വാസി. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയത് BJP എന്ന ആരോപണം. സൂപ്പർമാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. അവസാനവട്ട പ്രചാരണ തിരക്കിൽ മുന്നണികൾ. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. വാഹനം നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.